അതേസമയം ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുകയാണ്. വാരണാസിയിൽ ഗംഗാനദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. 32 ഗ്രാമങ്ങളിലാണ് വെള്ളപ്പൊക്കം അതിരൂക്ഷം. യമുന നദിയിലെ ജലനിരപ്പും ഉയരുകയാണ്. അതേസമയം ഡൽഹിയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അഖില നമുക്കൊപ്പം ചേരുകയാണ്. അഖില, എന്താണ് ഉത്തരേന്ത്യയിലെ പൊതു സാഹചര്യം? മഴ തുടരുകയാണോ? പിന്നിൽ ഉത്തരേന്ത്യയിൽ മഴ കനക്കുകയാണ്. ഏറ്റവും കൂടുതലായുള്ളത് ഹിമാചലിലാണ്. മഴക്കെടുതി ഏറ്റവും രൂക്ഷമുള്ളത് യുപിയിലുമാണ്. വാരണാസിയിൽ ഗംഗാനദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടെന്ന കാര്യമാണ് ഇപ്പോൾ വരുന്നത്. ജലനിരപ്പ് 71.66 മീറ്ററിലേക്കാണ് ഉയർന്നിട്ടുള്ളത്. 32 ഗ്രാമങ്ങൾ ഏതാണ്ട് വെള്ളപ്പൊക്കം അതിരൂക്ഷമാണ്. വെള്ളത്തിന് അടിയിലാണ് എന്ന് പറയാവുന്ന തരത്തിലാണ് അവിടെ വെള്ളപ്പൊക്കം അത്രയ്ക്കും രൂക്ഷമാണ്. 6583 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. യുപിയിൽ അതിശക്തമായ മഴയെ പരിഗണിച്ചുകൊണ്ട് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. മുൻകരുതൽ നടപടികൾ വിലയിരുത്തുന്നതിന് വേണ്ടി യോഗി ആദിത്യനാഥ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. യുപിയിൽ തന്നെ 2 നൈജീരിയൻ പൗരരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മഴക്കെടുതിയിൽ മരണസംഖ്യയും ഉയരുകയാണ്. ഹിമാചലിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഹിമാചല് ആഴ്ചകളായിട്ട്. മൺസൂൺ കാലത്ത് തന്നെ 173 പേർ മരിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ ഹിമാചലിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഡാം പൊളിഞ്ഞു പോരുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. ഡാമുകളിലെല്ലാം ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിലാണെന്ന വാർത്തകളാണ് വരുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മധ്യപ്രദേശിലും മഴക്കെടുതി രൂക്ഷമാണ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലും മഴ തുടരുകയാണ്. ഇന്ന് മുതൽ ഓഗസ്റ്റ് 4-9 വരെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും. 9-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യയിൽ മഴ കനക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പഞ്ചാബ് ഓഗസ്റ്റ് 9 വരെ മഴ തുടരും. ഹരിയാന, മധ്യപ്രദേശ് ഓഗസ്റ്റ് 5 വരെ തുടരും. ഒഡീഷയിൽ 7 വരെ തുടരും. ഓഗസ്റ്റ് 7 വരെ തമിഴ്നാട്ടിൽ മഴയുണ്ടാകും. കേരളത്തിലും മഴ അതിശക്തമാണ്. വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. NDRF സംഘം ഉത്തരേന്ത്യയിൽ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബിനിൽ, ശരി, 32 ഗ്രാമങ്ങളിലെ സ്ഥിതി അതിരൂക്ഷമാണ്. ഗംഗയിലെ ജലനിരപ്പ് ഉയർന്ന് വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറി വലിയ പ്രളയസമാനമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രളയസമാനമല്ല, പ്രളയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ. അഖിലയാണ് വിവരങ്ങൾ നൽകിയത്.